യൂസ് ചെയ്യാ. നമ്മള് ആ തൊപ്പിന്റെ വീടിന്റെ മതിലിന്റെ പുറത്തുണ്ടല്ലോ കുറച്ചൊരു സ്പേസ്, ഒരു മരത്തിന്റെ അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്നോട് പറയാനുള്ളത്. ശരി പറ. ദയവേത് ഞാൻ പറയണത് കൊണ്ടുവരണ്ട, നിന്റെ മയ്യത്തും കട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കാം, ഞാൻ വാക്ക് തരാം നിനക്ക്. ഇവരാരും നിന്റെ മേത്ത് തൊടൂല, നിന്റെ ഭാഗത്തുനിന്നുള്ള നാലാൾ എന്റെ മേത്ത് തൊടാൻ പാടില്ല. ഒരിക്കലും തൊടൂല, ഒരിക്കലും തൊടൂല, എന്തും ചെയ്യാം, ഒരിക്കലും തൊടൂല. ടൂളെടുക്കേ എന്തോ എന്ത് വേണേലും ചെയ്യാം. എന്ത് ടൂള്? അയ്യേ, നിനക്കപ്പ ടൂള് വേണം? അതല്ലേ ഇനി ടൂള് വേണ്ടെന്നുണ്ടെങ്കിൽ ടൂള് വേണ്ട. അല്ല അപ്പൊ നീ അല്ല ഞാൻ ചോദിക്കട്ടെ, അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചവിട്ടാൻ പാടില്ല, നുള്ളാൻ പാടില്ല, അതൊന്നുമില്ല, എന്തും ചെയ്യും. അപ്പൊ ടൂള് ഉണ്ട്, മനസ്സിലായോ? ടൂള് വേണമെങ്കിൽ ടൂള് യൂസ് ചെയ്യാം. ഉണ്ട്. നിനക്ക് ഏതാ താല്പര്യം? ഏതാ നിനക്ക്? ടൂള് വേണോന്നാണോ? നിനക്ക് ഏതാണോ? എനിക്ക് വേണ്ട മുത്തേ. എന്റെ ടൂള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്റെ ടൂൾ എന്ന് പറഞ്ഞത് ഇതാണ്. എന്റെ ടൂള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. റാംബോ, നിന്റെ അമ്മക്കാണ് വിളിച്ചത്. മനസ്സിലായി? എന്റെ അമ്മയ്ക്കാ നീ വിളിച്ചത്. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് ഇത്രയും മാന്യമായിട്ട് സംസാരിക്കണം എന്തെന്നറിയാമോ? എന്റെ അമ്മ വളർത്തിയത് അങ്ങനെയാണ്. എന്റെ അമ്മ ഒരിക്കലും മറ്റൊരുത്തന്റെ അമ്മയെ വിളിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല നിന്നെ പോലെ. ഞാൻ അടച്ചു വെച്ചൊരു പുസ്തകം തുറയിപ്പിച്ചത്. അടച്ചു വെച്ച എന്ത് പുസ്തകം? ഇത് നീ എന്തോന്ന് അടച്ചു വെച്ച എന്ത് പുസ്തകം? നീ ആര്? മോഡൽ സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകൻ അടച്ചു വെച്ച പുസ്തകം തുറപ്പിക്കാൻ വേണ്ടി? ഈ വിഷയത്തോട് കൂടി ഞാനിത് ഓൾറെഡി ക്ലോസ് ചെയ്തൊരു സംഭവമാണ്. ആര് ക്ലോസ് ചെയ്ത്? എനിക്ക് ഇങ്ങനത്തെ വിഷയത്തിൽ ഞാൻ ഇടപെടൂലെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്. ഞാൻ സത്യം പറയട്ടെ, ഈ വർഷത്തിന്റെ തുടക്കം ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ വള്ളിക്കേസ് പിടിക്കൂല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ വർഷത്തുടക്കം തന്നെ ഈ ഇങ്ങനെ ആക്കി തന്ന സ്ഥിതിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്തോ ആയിക്കോട്ടെ, ആകെ പോട്ടെ എന്നില്ല മൈൻഡ്. അൻഷിഫേ, ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം. നീ മയ്യത്ത് കട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് 4 പേരെ ഒന്നും കൊണ്ടുവരണ്ട. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം. പുറത്തൊന്നുമല്ല, നിന്റെ ലൈവിന്റെ ഫ്രണ്ടില് നിന്റെ ക്യാമറ. എന്റെ എന്ത് ലൈവിന്റെ ഫ്രണ്ടിൽ? ഇതെന്താണ് റെസ്ലിംഗാ? എന്റെ ഓഡിയൻസ് ആർക്ക് പേടി? അൻഷി പൂഞ്ചിക്കല്ല എനിക്ക് പേടിയുന്ന. ഇല്ല, ഞാൻ നാളെയും മറ്റന്നാളും അതിന്റെ അടുത്ത ദിവസം, ഈ 3 ദിവസം നമുക്ക് പരിപാടി ഉണ്ട്. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തോളൂ. ഇനാഗ്രേഷൻ ഉണ്ട് എനിക്ക് നാളെ തിരുവനന്തപുരത്ത് ഇനാഗ്രേഷൻ ഉണ്ട്, മറ്റന്നാൾ എനിക്ക് കോഴിക്കോട് ഇനാഗ്രേഷൻ ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം ഞാൻ നാട്ടിലെത്തോളൂ. ഈ 2 ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഞാൻ വരും. പിന്നെ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. കോഴിക്കോട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേസ് പ്ലാൻ ചെയ്യാം. മുത്തേ, കോഴിക്കോട് ഞാൻ ഇനാഗ്രേഷൻ ആണ് പറഞ്ഞത്. മനസ്സിലായി? നമ്മളെ വളരെ ബഹുമാനത്തോടു കൂടി ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ അവിടെ ചെന്ന് ഇതെല്ലാം തീർത്തിട്ട് വരാം. അൻഷിഫേ, നാളെ നിനക്ക് ഫുട്ബോൾ മാച്ച് ഉണ്ടോ? അതേ കണക്ക് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം തീർക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ 2 പരിപാടിയും തീർത്തിട്ട് അൻഷിഫേ നീ കൊച്ചിയിലോട്ട് വാ, ഞാൻ റെഡിയാണ്. എന്ത് കൊച്ചി? നീ എന്താ കൊണയടിക്കണ അൻഷിഫേ? നീ എവിടെ കൊച്ചിയിലോട്ട് വന്നെന്ന്? നീ നിന്റെ വീട്ടിന്റെ പുറത്ത് മുള്ളാൻ പോലും ഇറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നീ മുള്ളാൻ പോലും വീട്ടിന്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നീ തൃശ്ശൂർ വരെ എവിടെ വന്ന അൻഷിഫേ? ഇന്നലെ നമ്മൾ സ്റ്റോറി ഇട്ട്, ഇന്നലത്തെ നമ്മളെ ലൈവില് 10 തവണ ഞാൻ പറഞ്ഞു നാളെ കാസർഗോഡ് ഇനാഗ്രേഷൻ ഇന്ന് രാത്രി പോണുണ്ടെന്ന്. ഇതൊന്നും നീ കണ്ടില്ല അൻഷിഫേ? അൻഷിഫേ നീ ഇതൊന്നും പറയല്ല അൻഷിഫേ. എന്ത് നാടകോടെ, കുറച്ച് റിയൽ ആയിട്ട് പറ. നീ ഞാനോട് സീരിയസ് ആയിട്ട് പറയാ. സത്യം പറഞ്ഞാല് നല്ല പേടിയുണ്ട് ഈ കാര്യം. ഇതിപ്പോ മഹേഷിന്റെ പ്രതികാരം നീ എന്താ പറയട്ടെ? ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ ഇങ്ങനെ ചോറ് തിന്നോണ്ടിരിക്കുമ്പം ഞാൻ ചോറ് തിന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ കാതിന്റെ അകത്ത് എന്റെ കാതിന്റെ അകത്ത് ഒരു കൊതു വന്നിങ്ങനെ കൂന്ന് മൂളിക്കഴിഞ്ഞാൽ ഞാൻ ചോറ് അവിടെ വെച്ചിട്ട് എണീറ്റ് പോയിട്ട് ആ കൊതുവിനെ കൊല്ലൂല. ഞാൻ ദാണ്ട സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു അടി അടിക്കും, ആ കൊതുവിനെ കൊല്ലും. എന്നിട്ട് ഞാൻ വീണ്ടും ചോറ് തിന്നും. മനസ്സിലായ? അതല്ലാതെ മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഇത് എന്താ അൻഷിഫേ? പറഞ്ഞു അൻഷിഫേ. കൊതുക് വന്ന നീ എന്ത് ചെയ്യുമെന്നറിയാമോ? നീ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ?
നീ ചോറ് തിന്നിട്ടല്ല അൻഷിപ്പേ, നീ എന്ത് ചെയ്യുമെന്നറിയാമോ? നീ ചോറ് തിന്നിട്ട് ആ കൊതുവിനെ പേടിച്ച്, നീ ചോറ് തിന്ന് തീർന്നിട്ട് നീ ആ കൊതുവിനെ പേടിച്ച് വല്ല കിണറ്റിലോ കട്ടിലിന്റെ അടിയിലോ കയറി ഒളിച്ചിരിക്കും. അതാ നീ ചെയ്യണത്, മനസ്സിലായോ? നീ ചെയ്യണേന്ന് പറഞ്ഞാൽ നീ ആ കൊതുവിനെ പേടിച്ച് കട്ടിലിന്റെ അടിയിലോ കിണറ്റിലോ കയറി ഒളിച്ചിരിക്കും, ആ കൊതുവിനെ പേടിച്ചിട്ട്. അതാണ് മോനെ നീ ചെയ്യാൻ പോണത്. കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി അതിന്റെ മുകളിൽ ഒരു വാഴയും വെച്ചിട്ട് വാഴ എന്ത് കൊതുവിനെ? നീ ആ കൊതു കടിക്കാൻ വരുമ്പോഴേ നീ വല്ല പത്തായത്തിലോ അല്ലെങ്കിൽ ഓട്ടുപുരയിലോ കട്ടിലിന്റെ അടിയിലോ കയറി ഒളിച്ചിരിക്കും. ഉദ്ഘാടനം എങ്ങനെ മോനെ മാറ്റി വെക്കണത്? ഉദ്ഘാടനം എങ്ങനെയാ മോനെ മാറ്റി വെക്കണത്? ഉദ്ഘാടനം എങ്ങനെയാ മോനെ മാറ്റി വെക്കണത്? ഞാൻ പറഞ്ഞല്ലോ നീ ഡേറ്റ് ഡേറ്റ് പറയാനാണ് നമ്മൾ വിളിച്ചത്. ഡേറ്റ് പറയാനാണ് അൻഷിഫേ, ഡേറ്റ് പറയാനാണ് നമ്മൾ വിളിച്ചത്. നമ്മൾ ഡേറ്റ് പറയാൻ അൻഷിഫേ, ഡേറ്റ് പറയാനാണ് വിളിച്ചത്. എനിക്ക് പറ്റണ ഡേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, എടാ എനിക്ക് ഇതെല്ലാം തീർക്കണ്ടേ? നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നതിന് എനിക്ക് സന്തോഷത്തോടു കൂടി കുറച്ച് നല്ല ഓർമ്മകൾ വേണ്ടേ? ഞാൻ പറയണ മുത്തുമണി അൻഷിഫ് മൂഞ്ചിക്കലെ ഞാൻ പറയണ ഒരു കാര്യം നീ കേള്. നമുക്ക് വ്യക്തമായിട്ട് എൻ്റെ ഈ പരിപാടി തീർന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? മുത്തേ ഫോൺ എടുത്തിരിക്കും. നിനക്ക് വേണ്ടി 24 മണിക്കൂർ ഞാൻ നിന്റെ നമ്പർ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോ നീയാണ് കട്ട് ചെയ്തെന്ന നിന്റെ നമ്പർ ഞാൻ വെച്ച്. നീയല്ലേ മോനെ പേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പരാതി കൊടുത്ത? ഞാനാണോ? ഫേക്ക് നമ്പറോ? 7790702841 തൊപ്പിയുടെ നമ്പർ അല്ലെന്ന്. എന്താ മോൻ ഇത്ര ഇത്? എടാ അൻഷിഫേ കുറച്ചെങ്കിലും ഞാൻ ഇത്രയും നിന്റെ അടുത്ത് പറയണേ. എടാ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഈ പ്രായത്തിൽ നിനക്ക് അണ്ടിക്കുറപ്പില്ലെന്നോ ആൾക്കാർ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അൻഷിഫേ, ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അത് നിനക്കല്ല നാണക്കേട്, മറ്റു പലർക്കുമാണ് അത് നാണക്കേട്. അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കള്ളത്തരം പറയുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പ്, ലേശ ഉളുപ്പ്, മുത്തുമണി ലേശ ഉളുപ്പ്. കൂടുതലൊന്നും വേണ്ട, ലേശ ഉളുപ്പ്. അത് മാത്രം എന്റെ മോൻ വെച്ചത്, ലേശ ഉളുപ്പ് കുറച്ച്. മുത്തേ, വ്യക്തിപരമായിട്ട് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായി? എന്ത് ഫൈറ്റില് വയ്യത്താവാ മോനെ? നീ എന്താ പറയണ അൻഷിഫേ? ഫൈറ്റില് വയ്യത്താവാറതാ? നീ എന്താ വിചാരിച്ചത് അൻഷിഫേ? അവിടത്തെ കിടക്ക് ഡെമ്മി അണ്ടി വെച്ചിട്ടല്ല ശരത്ത് ഇവിടെ ഇരിക്കണത്. ശരത്തിന് യഥാർത്ഥ അണ്ടി ഉണ്ട് അൻസിപ്പേ. ശരത്തിന് യഥാർത്ഥ അണ്ടി ഉണ്ട് അൻസിപ്പേ. വെപ്പണ്ടി വെച്ച് പോണ പരിപാടി ശരത്തിനില്ല. 11 മണിക്ക് ശേഷം പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി കുനിനീക്കണ പരിപാടി ശരത്തിനില്ല. ശരത്തിന് വെപ്പണ്ടി വെച്ച് നടക്കേണ്ട കാര്യമില്ല. യഥാർത്ഥമായിട്ടൊരു അണ്ടി ഉണ്ട് അൻസിപ്പേ. യഥാർത്ഥമായിട്ടൊരു അണ്ടി ഉണ്ട് അൻസിപ്പേ. അതുകൊണ്ട് എന്റെ മുത്തുമണി പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി 11 മണിക്ക് കുനിനീക്കേണ്ട കാര്യം എനിക്കില്ല അൻസിപ്പേ. പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി കുനിനീക്കേണ്ട ആവശ്യം അൻസിപ്പേ. നീ ആ കണ്ണാടി വെച്ചിട്ടാ പോയി കുനിക്കണത്? അങ്ങനെയാ? അപ്പൊ ചോദിക്കടാ. ഓക്കെ. അതെ. പറ. കാര്യം. നീ പക്ഷെ അങ്ങനെ ഒരു അവസരം എനിക്ക് തരുന്നില്ലല്ലോ അൻസിപ്പേ. ആയിക്കോട്ടെ. അൻസിഫിന് വേണ്ടി 1 മിനിറ്റ് നമുക്ക് മൗനമായിട്ട് ദുഃഖാചരണം നടത്താം. അൻസിഫ് പറ. ഒരു മിനിറ്റിന്റെ സമയമാണ്. ഓക്കെ. അപ്പൊ എന്തായി? മൈക്ക് കറക്റ്റ് അല്ലേ? മോനെ കറക്റ്റ്. കേൾക്കാം. അപ്പൊ എനിക്ക് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. കാരണം കുറെ ആളുകൾ സത്യം പറഞ്ഞാൽ എന്റെ നമ്പർ ഓൾറെഡി ഇതിലുള്ള നമ്പർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് ഓൻ ലീക്കാക്കി എന്ന് പറഞ്ഞിട്ട് ഞാനോട് കുറ്റം പറയാനൊന്നും പറ്റൂല. ഓനത് അറിയാതെ അതിന് കോൾ എടുത്ത് അടിച്ചപ്പോ ഡിസ്പ്ലേ ഫോൺ കണക്ട് ആക്കിയിട്ടാണ് വിളിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കോൾ പ്രതീക്ഷിച്ച സാധനം മൊബൈൽ കൂടെയാണ് കോൾ വന്നത്. അതുകൊണ്ട് നമ്പർ കറക്റ്റ് കിട്ടി. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഒരു സെക്കൻഡിൽ ഒരു 130-120 കോളിന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം തീർക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മളെ തൊപ്പിയുടെയും
റാംബോയുടെ നമ്പർ ലീക്ക് ചെയ്ത്. അതിൽ എനിക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാല്, ഞാൻ ഒരിക്കലും ഒരാളെ വ്യക്തിപരമായിട്ട് നമ്മൾ വർത്താനത്തിന് പറയുന്നുണ്ടെങ്കിലും പേഴ്സണൽ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരാളെ ദ്രോഹിക്കുക എന്നുള്ള സംഭവം ചെയ്യലില്ല. പരസ്പരം സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വല്ല കോൺട്രവേഴ്സിയിൽ ഇടപെടുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാവും. അത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ ഒരിക്കലും ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ റാംബോ ഇന്നലെ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ എന്റെ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീൽഡിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ആ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഒരു മാന്യതയായിരുന്നു. അവൻ കാണിക്കാത്തതുകൊണ്ട് പിന്നെ ഞാനും എന്റെ ആ മാന്യത വിട്ടു എന്നുള്ളതുള്ളൂ. അതേപോലെ ഇനിയിപ്പോ ഈ തൊപ്പിന്റെ കാര്യമായാലും തൊപ്പി ഞാനും ഇന്നേ വരെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പേഴ്സണലി ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഈ നമ്പർ ലീക്ക് അതിന്റെ പേരിൽ തൊപ്പിക്ക് എന്നെ തല്ലണം എന്നുണ്ടെങ്കിൽ തൊപ്പിനേറ്റും അടികൂടാന്, അതായത് റാംബോ ഇനി ഞാനും റാംബോ കൂടിയിട്ട് അഥവാ ഞാൻ മയ്യത്തായിട്ടില്ലേ കുറജീവനാണ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തൊപ്പിന്റെ പക വീട്ടാൻ ഞാൻ റെഡിയാണ്. അതേ സമയം അതേ സ്പോട്ടില് അതേ ഇതില്, അതായത് ഇവരെ രണ്ടാളെ അടിച്ചു തോൽപ്പിക്കാന് ഞാൻ തയ്യാറാണ്. പിന്നെ തൊപ്പി ഇന്ന കാര്യത്തിൽ ഇന്ന വരെ ഒരു പേഴ്സണലി ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇന്നൊരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതേവരെ ഓന്റെ ഭാഗത്തു നിന്ന് ഒരു വർത്താനോ അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനത്തെ ഒരു സംഭവം എനിക്കെതിരെ ചെയ്തിട്ടില്ല. അത് ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ കുറെ നേരമായി. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് 5 മിനിറ്റ് ആയി. എന്താണ് സിനിമയാ? പല കാര്യങ്ങളും, അതായത് നമ്മളെ നാട്ടിൽ നിങ്ങളെ ഗ്യാങ്ങിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പുറത്തു വിടേണ്ടി വരും. അതിൽ പല ഗർഭചിത്രങ്ങൾ വരെ വരും, ഗർഭം കലങ്ങിയത് വരും, പല ഡോക്ടർമാരെയും ഞാൻ ഇവിടെ ഹാജരാക്കേണ്ടി വരും. പലരും നിന്റെ പേരെന്താ? അൻസിഫ്. നിന്റെ പേര് അൻസിഫ് മൂഞ്ചിക്കൽ എന്നല്ലേ മോനെ? നിന്റെ പേര് അൻസിഫ് മൂഞ്ചിക്കൽ എന്നല്ലേ മോനെ? നിന്റെ പേര് അൻസിഫ് മൂഞ്ചിക്കൽ എന്നല്ലേ? നീ എത്ര കള്ളത്തരോടെ മുത്തേ നീ പറയണത്? എന്തൊക്കെയാണ് അവസാനം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവ അടുത്ത സാധനം കൊണ്ടുവന്ന് അവസാനം ഒന്നും കിട്ടാത്തതുകൊണ്ട് എടാ നീ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്ന ഇനി ഞാൻ സംസാരിച്ചോട്ടെ നീ സംസാരിച്ചപ്പോ മിണ്ടാതിരുന്നോ? നീ ഒരു 2 മാസം മുമ്പ് ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നീ നിന്റെ മറ്റേ കൂട്ടുകാരനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് നീ ഒരു കഥ ഇറക്കി. ഈ പറയണ കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് സ്ക്രിപ്റ്റാണ് നിങ്ങൾ ഈ നടത്തിയതെന്ന്. നിനക്ക് ലേശം ഉളുപ്പുണ്ടാടാ മൈര? ഉണ്ടാ നിനക്ക് ലേശം ഉളുപ്പുണ്ടാ? ഉളുപ്പുണ്ടാടാ മൈര? നിനക്ക് ലേശം ഉളുപ്പുണ്ടാ? നിനക്ക് ലേശം ഉളുപ്പുണ്ടാ? നീ പറയണേന്ന് പറഞ്ഞാലേ നിന്നെ പോലെ തിന്നണ ചോറിനെ വരെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കണ ഒരുത്തൻ. തള്ളക്ക് വിളിക്കാൻ നിനക്ക് ഉളുപ്പില്ല. നീ എൻ്റെ തള്ളക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ തള്ളയെടുത്ത് ഒരു ഇത്തിരി പോലും സ്നേഹമില്ലാത്ത നിനക്ക് ഇതൊക്കെ നിനക്ക് എന്തും പറയാം, എന്തും നിനക്ക് വിളിച്ചു പറയാം. മനസ്സിലായി? നിനക്ക് എന്തും വിളിച്ച് പറയാം അൻഷിഫേ. അതുകൊണ്ട് നിന്റെ ഈ താളം കേട്ടൊന്നും പേടിക്കണവരൊന്നും ഇവിടെ ഇല്ല. നിന്റെ താളം കേട്ട് പേടിക്കണവർ നിന്റെ കൂട്ടത്തിൽ കാണും. നീ പറഞ്ഞ് പേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണവർ നിന്റെ കൂട്ടത്തിൽ കാണും. ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യുക. ഇനി നമുക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റ്. എൻ്റെ ഈ 3 പരിപാടിയും കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. അന്ന് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യും. നിന്റെ ഭാഗത്തുനിന്ന് നീ പറഞ്ഞ 4 പേര്, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞ 4 പേര്. ഉറപ്പാണേ? കലങ്ങിയ ഗർഭം ആര്? നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ഗർഭമാണോ? ആണോ? നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ഗർഭമാണോ? ആണോ? അല്ല, നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ഗർഭമാണോ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ഇതാ ചാറ്റ് മൊത്തം എന്ത് പറയണേന്നറിയാമോ? അല്ല, ചാറ്റ് മൊത്തം എന്ത് പറയണമെന്നറിയാമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചാറ്റ് മൊത്തം എന്ത് പറയണേന്നറിയാമോ? അവന് മെന്റലാണ് സ്കിപ്പ് എന്നാണ് ചാറ്റ് മൊത്തം പറഞ്ഞത്. അവന് മെന്റലാണ് സ്കിപ്പ്, വിക്ടിം കാർഡ് ഇറക്കണ്, അവന് മെന്റലാണ് സ്കിപ്പ് എന്നാണ് ചാറ്റ് മൊത്തം പറയണം. എങ്ങനെ മുത്തേ ഈ നാട്ടുകാരെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു 5000 പേര് നിന്നെ കാണുന്നുണ്ട്. ഈ 5000 പേരെ കയ്യിൽ നിന്ന് എന്തിനാ മുത്തേ നീ തന്തയ്ക്ക് വിളി വാങ്ങിക്കണത്? എനിക്ക് മനസ്സിലാവല്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ ആർക്ക് പേടി? എന്ത് ഗർഭം? ഇവ എന്തൊക്കെയാണ് ഈ പറയണത്? ഇവൻ പറയണത്? ആർക്ക് ബേജാറും വെപ്രാളവും? ആർക്ക് ബേജാറ്? നിനക്ക് ആർക്ക് ബേജാറും വെപ്രാളവും? ഇല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് ഇതിന്റെ തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ പറയണം. അതുകൊണ്ട് പേടിക്കല്ലേ റാംബോ, പ്ലീസ്. അല്ലെങ്കിലേ നിന്നെ പേടിയില്ലടാ മണ്ണുണ്ണി ചെറുക്ക. നിന്നെ പേടിയില്ലടാ. അല്ലെങ്കിലേ നീ എന്താ ഈ പറയണത്? ഗർഭോന്നാ?